ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം നമ്മുടെ വീട്ടിൻ്റെ പരിസരത്തൊക്കെ വളരെ നിസ്സാരമായി കണ്ടുവരുന്ന ഒരു ചീരയാണ് വേലിച്ചീര അല്ലെങ്കിൽ സാമ്പാർ ചീര എന്നൊക്കെ പറയും. അപ്പോൾ ഈ ചീര വെച്ചിട്ട് നമുക്ക് പരിപ്പും കൂട്ടിയിട്ട് ഒരു റെസിപ്പി തയ്യാറാക്കാം. വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ ഈ ചീരയൊക്കെ നല്ലതുപോലെ ഞാനിവിടെ കഴുകി എടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഒരു കറി രൂപത്തിൽ തയ്യാറാക്കി എടുക്കുന്നത് കൊണ്ടാണ് ഞാൻ ഇത്രയും കനത്തിന് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഈ ചീര നമുക്ക് തോരൻ വെക്കാനും നല്ലതാണ്. തോരൻ വെക്കാൻ എടുക്കുകയെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ കനം കുറച്ചിട്ട് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഇതിൻ്റെ തണ്ടും നമുക്ക് ഇളം തണ്ടും എല്ലാം നമുക്ക് ഈ ഒരു റെസിപ്പിക്ക് കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു പരുവത്തിലാണ് ഞാൻ ഈ ചീര കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. ഇനി ഇതിനാവശ്യമായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് പയറ് പരിപ്പാണ്. പയറ് പരിപ്പ് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുക്കാം. അപ്പോൾ ഇത്രയും പയറ് പരിപ്പാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിന് അരപ്പിന് ആവശ്യമായിട്ട് തേങ്ങ എടുത്തിട്ടുണ്ട്. തേങ്ങ ഞാനൊരു ജാറിനകത്തോട്ട് ഇട്ട് കൊടുക്കുകയാണ്. ഇനി അതിനകത്തോട്ട് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ മുളക് പൊടി, എരിവില്ലാത്ത മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്, ഒരു നുള്ള് ജീരകം, ഇനി ഒരു പച്ചമുളക് ഒടിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ഈ കറിക്ക് അത്യാവശ്യം എരിവില്ലാതിരിക്കുന്നതായിരിക്കും നല്ലത്. ഇനി 4 ചുവന്നുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് നമുക്ക് കുറച്ച് വെള്ളവും കൂടെ ചേർത്തിട്ട് ഒന്ന് അരച്ചെടുക്കാം. അരപ്പ് ഇവിടെ തയ്യാറായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് ഞാൻ അങ്ങോട്ട് മാറ്റി വെക്കുകയാണ്. ഇനി നേരത്തെ കഴുകി വെച്ചിരുന്ന പയറ് പരിപ്പ് ഞാൻ സ്റ്റൗവിനകത്തോട്ട് വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അത് അത്യാവശ്യം നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് ഒരു കുഞ്ഞ് തക്കാളി അരിഞ്ഞു വെച്ചിരുന്നത് ഇട്ട് കൊടുക്കുകയാണ്. ഇനി അരപ്പും കൂടെ ഒഴിച്ചു കൊടുത്ത് അരപ്പിന് ആവശ്യമായിട്ടുള്ള വെള്ളവും കൂടെ ഞാൻ ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് വെള്ളവും കൂടെ ആവശ്യത്തിന് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ചീര നമുക്ക് വെന്ത് വരുന്ന സമയത്ത് നന്നായിട്ട് കുറുകി വരുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ ആവശ്യത്തിന് വെള്ളം ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കേണ്ടതാണ്. ഇനി നേരത്തെ കഴുകി വൃത്തിയാക്കി അരിഞ്ഞു വെച്ചിരിക്കുന്ന ചീര ഞാൻ ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. കറിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഈ ഒരു സമയത്ത് നമുക്ക് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഈ ഒരു ചീര നമ്മൾ കഴിക്കുന്നത് കൊണ്ട് നമ്മുടെ ശരീരത്തിന് വളരെ ഗുണകരമാണ്. അതുപോലെ കുടൽ സംബന്ധമായിട്ടുള്ള അസുഖങ്ങളെല്ലാം തന്നെ നല്ലതുപോലെ മാറിക്കിട്ടുന്നതായിരിക്കും. ഈ ഒരു ചീര നമുക്ക് ഒരാഴ്ചത്തേക്ക് തുടർന്ന് കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് വയറ്റിലെ അസുഖങ്ങളും കാര്യങ്ങളും എല്ലാം വളരെ പെട്ടെന്ന് തന്നെ മാറിക്കിട്ടുന്നതായിരിക്കും. ഇനി ആവശ്യത്തിന് വേണ്ടുന്ന വെള്ളം ഞാൻ ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഈ കറി വെന്ത് വരുമ്പോഴത്തേനും നല്ലതുപോലെ കുറുകി വരുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ ആവശ്യത്തിന് വെള്ളം ആദ്യമേ തന്നെ ചേർത്ത് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി ഈ ചീരയും തക്കാളിയൊക്കെ നല്ലതുപോലെ ഒന്ന് വെന്ത് അരപ്പിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറിക്കിട്ടട്ടെ. അതിനായിട്ട് ഒരു 10-20 മിനിറ്റ് സമയത്തേക്ക് ഒന്ന് അടച്ചു വെച്ച് നമുക്കൊന്ന് വേവിച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ 20 മിനിറ്റ് സമയം കഴിഞ്ഞിട്ടുണ്ട്. നന്നായിട്ട് ഇവിടെ ചീരയും തക്കാളിയും എല്ലാം വെന്ത് അരപ്പൊക്കെ ആയിട്ട് നല്ലതുപോലെ പിടിച്ചു വന്നിട്ടുണ്ട്. അത്യാവശ്യം നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട്. പരിപ്പൊക്കെ നല്ലതുപോലെ കുറുകി വന്നിട്ടുണ്ട്. അപ്പോൾ കറി ഇവിടെ നല്ലതുപോലെ തയ്യാറായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പരുവത്തിന് വേണം നമുക്ക് തയ്യാറായി കിട്ടാനായിട്ട്. ഇത് തണുത്ത് കഴിയുമ്പോഴത്തേനും നല്ല തിക്കായി വരുന്നതായിരിക്കും. ഇനി ഇതിനായിട്ടൊരു താളിപ്പ് തയ്യാറാക്കാം. ഇതിനകത്ത് ഒരു പാത്രത്തിനകത്തോട്ട് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. കടുക് പൊട്ടിച്ച് കൊടുക്കാം. 2 വറ്റൽമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കരിവേപ്പില വേണമെങ്കിൽ നമുക്ക് ഇതിൻ്റെ കൂട്ടത്തിൽ ഇട്ട് കൊടുക്കാവുന്നതാണ്. കൊച്ചുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. കൊച്ചുള്ളിയൊക്കെ നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക. ഇനി വറവൊക്കെ നല്ലതുപോലെ ഇവിടെ തയ്യാറായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് കറിയിലോട്ട് ചേർത്ത് കൊടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള സാമ്പാർ ചീര കറി ഇവിടെ തയ്യാറായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യാനായിട്ട് ആരും മറന്നു പോകരുതേ. ഇപ്പോൾ കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടും. ചോറ് കൊടുക്കാനൊക്കെ നല്ലതാണ്. കുഞ്ഞുങ്ങൾക്കൊക്കെ വളരെയധികം എരിവ് ചേർക്കാതെ തയ്യാറാക്കി കൊടുക്കുക. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക. അത്രയേ ഉള്ളൂ. ടാറ്റാ.